മൂന്നാമതായി, ക്ഷമ കടമെഴുതിത്തള്ളൽ കൂടിയാണ്. മത്തായി 18:27 ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. ഇളച്ചു കൊടുക്കുന്നവൻ സമ്പന്നനാണ്. സമ്പന്നർക്കേ ഇളച്ചു കൊടുക്കാനാവൂ. മറ്റൊരർത്ഥത്തിൽ ഉള്ളവനെ കൊടുക്കാനാകൂ. 10,000 താലന്ത് ഇളച്ചു കിട്ടി കാരാഗ്രഹം കാണാതെ പുറത്തു വന്നവൻ അവനോട് 100 ദാനാറാക്കി കടപ്പെട്ടിരുന്നവന്റെ കഴുത്തിന് പിടിച്ചപ്പോൾ ആ ദുഷ്ടനെ തിരിച്ചു വിളിച്ച് അവസാന ചില്ലിക്കാശും അടച്ചു തീർക്കുവോളം അടച്ചിട്ടു എന്ന പരമസത്യം നാം നടുക്കത്തോടെ ഓർക്കണം. നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യം നമ്മെ പിടിച്ചുലയ്ക്കണം. മത്തായി 18:33 നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവും ഇതുപോലെ തന്നെ നിങ്ങളോടും പ്രവർത്തിക്കും. മത്തായി 18:35 ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, സൗജന്യമായി നിങ്ങൾ കൊടുക്കുവിൻ എന്ന വചനവും ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിച്ചാൽ മതി എന്ന കർത്തൃപ്രാർത്ഥനയിലെ വ്യവസ്ഥാപിത നിയമവും വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കട്ടെ. ഒരു സഹോദരി ധ്യാനത്തിന് വരുമ്പോൾ അവൾ കുടിച്ചിരുന്ന പാല്, വെള്ളം മുതലായവ പകുതി മാത്രമേ തൊണ്ടയിലൂടെ താഴേക്ക് ഇറങ്ങുമായിരുന്നുള്ളൂ. ബാക്കിയുള്ളവ മൂക്കിലൂടെ പുറത്തേക്കാണ് ഒഴുകിയിരുന്നത്. കാരണം തൊണ്ടയിലൊരു ദശ വളർന്ന് പാതിയും അടഞ്ഞിരുന്നു. ശുശ്രൂഷ മധ്യേ എനിക്ക് മനസ്സിലായി ഇവളുടെ പ്രശ്നം ക്ഷമിക്കാനാവാത്തതാണ് എന്ന്. അവൾ പറഞ്ഞു, ചെറുപ്പം മുതലേ ദുരുപയോഗം ചെയ്യപ്പെട്ടവളാണ് ഞാൻ. കുഞ്ഞുനാളിൽ രാത്രിയാകരുതേ എന്ന് പകൽ സമയത്ത് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. ദുരന്തപൂർണമായിരുന്നു എൻ്റെ ബാല്യവും കൗമാരവും. ഒടുവിൽ വിവാഹം കഴിച്ചയച്ചപ്പോൾ ഭർത്താവ് സംശയരോഗിയും. ഒരിക്കൽ അത്രയൊന്നും സൗകര്യമില്ലാത്ത ഭർത്താവിൻ്റെ വീട്ടിലെ മറപ്പുരയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മദ്യപിച്ചെത്തിയ ഭർത്താവ് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ ബാക്കി പറയാനാവാതെ അവൾ മുഖം കുനിച്ചു. ഏങ്ങലടിച്ച് അവൾ ഏങ്ങിയേങ്ങി കരഞ്ഞു. അവൾ തുടർന്നു, ഈ ദുരവസ്ഥ കണ്ട് സഹിക്കാനാവാതെ അയൽവാസിയായൊരു മുസ്ലിം സഹോദരി തലയിലെ തട്ടം എറിഞ്ഞിട്ട് കൊടുത്തു പോലും, ആ പാവത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ. പിന്നീട് അങ്ങോട്ട് ഭർത്താവിനോടുള്ള വെറുപ്പ്, പാപത്തിൻ്റെ പടുകുഴിയിലേക്കുള്ള വീഴ്ചയും വേഴ്ചയും. ജീവിതം ഒരു ദുരന്തയാത്രയായി. ഒന്ന് നിർത്തി അവൾ പറഞ്ഞു, അയാളോട് ക്ഷമിക്കാൻ മാത്രം എന്നോട് പറയരുത്, എനിക്കതിനാവില്ല. ഞാൻ ചോദിച്ചു, നീ കുമ്പസാരിച്ചുവോ? അവൾ തലയാട്ടി. ദൈവം നിന്നോട് ക്ഷമിച്ചോ? പിന്നെ തീർച്ചയായും, അവൾ മറുപടി പറഞ്ഞു. രക്താംബരം പോലെ ചുവന്ന നിന്റെ പാപങ്ങൾ ദൈവം തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി തൂമഞ്ഞു പോലെ നിന്നെ വെണ്മയുള്ളവളാക്കിയില്ലേ? നിന്നെ സ്വതന്ത്രമാക്കിയില്ലേ? സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് ആശ്വസിപ്പിച്ച് നിന്നെ പറഞ്ഞയച്ചില്ലേ? ഓരോ ചോദ്യത്തിനും സമ്മതമായി അവൾ തലയാട്ടിക്കൊണ്ടിരുന്നു. എങ്കിൽ നിന്നെ വേദനിപ്പിച്ച്, അപമാനിച്ച്, നിന്ദിച്ച്, വേട്ടയാടിയവരോട് നീയും ക്ഷമിച്ചാലല്ലേ ഇപ്പോൾ നിനക്ക് ലഭിച്ച ഈ രക്ഷയും വിടുതലും വിമോചനവും നിനക്ക് സൗഖ്യമായി അനുഭവിക്കാനാവൂ. പെട്ടെന്നൊരു തിരുവചനം എൻ്റെ നാവിൽ വന്നു. നീ അളക്കുന്ന അളവിനാൽ തന്നെ നിനക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. മർക്കോസ് 4:24. ഈ തിരുവചനം അവളെ സ്പർശിച്ചു. ഉടൻ അവളുടെ കണ്ണുകൾ വിടർന്നു, മുഖം പ്രകാശിച്ചു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ശാന്തമായി അവൾ പറഞ്ഞു, ദൈവം അമർത്തിക്കുലുക്കി അവൻ്റെ ക്ഷമ എനിക്ക് അളന്നു തന്നു. വലിയ സമാധാനമായി, സന്തോഷമായി ഞാനിതിപ്പോൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടുന്നതിനായി ചേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവളെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞുള്ള കാപ്പുകീടി കഴിഞ്ഞ് പുറത്തിറങ്ങി എന്നെ കണ്ടപ്പോൾ അവൾ ഓടി വന്ന് പറഞ്ഞു, ചേട്ടാ, എൻ്റെ തൊണ്ടയിലെ മുഴ മാറി. ഞാൻ കുടിച്ച കാപ്പി മുഴുവനും എൻ്റെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി എന്ന്. മൂക്കിലൂടെ ഒരു തുള്ളി പോലും വന്നില്ല എന്ന്. അപ്പോൾ മർക്കോസ് 4:25 ഒരു വാക്ക് ഞാൻ ഓർത്തു, കൂടുതലും ലഭിക്കും. അവൾ തന്നെ ദ്രോഹിച്ചവരുടെ കടം ഇളവ് ചെയ്തു കൊടുത്തപ്പോൾ എന്നേക്കുമായി ക്ഷമിച്ചു കിട്ടിയത് അവളുടെ പാപങ്ങൾ മാത്രമല്ല, കൂടുതലും ലഭിച്ചു, രോഗശാന്തി കൂടി. ദൈവമേ, നിനക്ക് നന്ദി, സ്തുതി. അതേ പ്രിയപ്പെട്ടവരെ, ക്ഷമ കടമെഴുതിത്തള്ളൽ മാത്രമല്ല, ഒരു പടി കൂടി ഉയർന്ന് ധ്യാനിച്ചാൽ നിക്ഷേപമാണ്. ലൂക്ക 21:4. അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. അവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ആഴപ്പെട്ട അർത്ഥത്തിൽ നിക്ഷേപം കാലാവധി കഴിയുമ്പോൾ പലിശ സഹിതം തിരിച്ചു കിട്ടുന്നതാണ്. ലാഭവിഹിതവും കൂടി. കൂടുതലും ലഭിക്കും എന്ന പ്രയോഗം നിക്ഷേപത്തിലാണ് അർത്ഥസമ്പുഷ്ടമാവുന്നത്. അതെ, ക്ഷമ നിക്ഷേപമാണ്, നിത്യജീവിതത്തിലേക്കുള്ള സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡിപ്പോസിറ്റ്.